എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേജിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസും ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നാളെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ടാണ് അഡ്മിഷൻ. അതായത് സെപ്റ്റംബർ 11-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട്, അതായത് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുക. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അത് നിങ്ങൾക്ക് ഫീസ് എന്ന് പറയുന്നത് SC ST OBC വിദ്യാർത്ഥികൾക്ക് 200 രൂപ, മറ്റുള്ളവർക്ക് 1030 രൂപയാണ് വരുന്നത്. അപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. സെപ്റ്റംബർ 10-ന് അതുപോലെ തന്നെ 11-ാം തീയതി, അതായത് 11 നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള രേഖകളുടെ ഒറിജിനൽ സഹിതം കോളേജിൽ എത്തി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തവർ അഡ്മിഷൻ തീയതിക്ക് മുമ്പായിട്ട് തന്നെ അതത് കോളേജിലെ പ്രിൻസിപ്പാളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്, അതായത് വിളിക്കേണ്ടതാണ്. സാധാരണ ആ ഒരു അഡ്മിഷൻ ഡേറ്റിനുള്ളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. നിലവിൽ അഡ്മിഷൻ ഉള്ളവർ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഒഴികെ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർ മുൻപ് എടുത്ത അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. നിലവിൽ ഏതെങ്കിലും എയ്ഡഡ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ തൃപ്തരായിട്ടുള്ളവർ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതില്ല. നിലവിൽ ഏതെങ്കിലും എയ്ഡഡ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ തൃപ്തരല്ലാത്തവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സെപ്റ്റംബർ 11-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആക്കുന്നതായിരിക്കും. താൽക്കാലിക അഡ്മിഷൻ, അത് ടെമ്പററി അഡ്മിഷൻ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമല്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ സർട്ടിഫിക്കറ്റ്, അതായത് TC കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.